കറുത്ത മേഘങ്ങൾ ആകാശത്തെ വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സന്ധ്യാസമയം. പഴയ ഓടുമേഞ്ഞ ആ വീടിന്റെ അടുക്കളയിൽ നിന്ന് പുകച്ചുരുളുകൾക്കൊപ്പം ശകാരവാക്കുകളും ഉയരുന്നുണ്ടായിരുന്നു. എടി ശവന്തീനി കഴിവേറി, ഇനിയും അടുപ്പിൽ തീ കത്തിയില്ലേ? നിന്റെ അച്ഛൻ വരാൻ സമയമായി. കനകത്തിന്റെ ശബ്ദം അടുക്കളയിലെ കരിപിടിച്ച ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. മീര, 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി, കണ്ണിൽ നിന്നൊഴുകിയിറങ്ങുന്ന വെള്ളം തുടച്ചുകൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെ ഉണങ്ങിയ ഓലമടലുകൾ അടുപ്പിലേക്ക് തിരുകി. പുക കണ്ണിനെ നീറ്റുന്നുണ്ടായിരുന്നെങ്കിലും രണ്ടാനമ്മയായ കനകത്തിന്റെ വാക്കുകളോളം അത് നീറ്റലുണ്ടാക്കിയില്ല. അമ്മ മരിച്ചപ്പോൾ മീരയ്ക്ക് 5 വയസ്സായിരുന്നു. പിന്നെ അച്ഛൻ കനകത്തെ വിവാഹം കഴിച്ചുകൊണ്ടുവന്നപ്പോൾ തനിക്കൊരമ്മയെ കിട്ടുമെന്ന് അവൾ കൊതിച്ചു. പക്ഷെ കിട്ടിയത് ഒരു യജമാനത്തിയെയായിരുന്നു. സ്വന്തം അച്ഛൻ പോലും കനകത്തിന്റെ വാക്കിനപ്പുറം ഒന്നും മിണ്ടാതായി. ഇന്നലെ ഉണ്ടാക്കിയ മീൻകറി എവിടെ പോയി? നീ അതും മോഷ്ടിച്ചു തിന്നോ? കനകം അടുക്കള വാതിൽക്കൽ വന്ന് അലറി. ഇല്ല അമ്മേ, അത് പൂച്ച തട്ടിയിട്ട് പോയതാണ്, മീര ഭയത്തോടെ പറഞ്ഞു. പൂച്ച? ഇവളൊരു പൂച്ച! കനകം കയ്യിലിരുന്ന ചൂലുകൊണ്ട് മീരയുടെ മുതുകിൽ ആഞ്ഞടിച്ചു. വേദന കൊണ്ടവൾ പുളഞ്ഞുപോയി. അന്നു രാത്രി അച്ഛൻ വന്നപ്പോൾ മീര പ്രതീക്ഷിച്ചത് അച്ഛൻ തന്നെ സമാധാനിപ്പിക്കുമെന്നാണ്. എന്നാൽ കനകം പറഞ്ഞ നുണകൾ കേട്ട് മദ്യലഹരിയിലായിരുന്ന അച്ഛൻ അവളെ മുറിയിലേക്ക് വലിച്ചിഴച്ചു. നിന്നെ ഞാനിന്നൊരുത്തന് കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. 90 വയസ്സുള്ള കിഴവനായാലും വേണ്ടില്ല, നിന്നെ ഇവിടുന്ന് ഒഴിവാക്കണം. നാളെ രാവിലെ രാഘവൻ മുതലാളി വരും നിന്നെ കൊണ്ടുപോകാൻ. അച്ഛന്റെ ആ വാക്കുകൾ മീരയുടെ ഹൃദയത്തിൽ ഇടിമിന്നൽ പോലെയാണ് പതിച്ചത്. രാഘവൻ മുതലാളി, കുപ്രസിദ്ധനായ മദ്യപാനിയും സ്ത്രീലമ്പടനും. അന്ന് രാത്രി അവൾ ഉറങ്ങിയില്ല. പുറത്ത് പെരുമഴ പെയ്യുന്നുണ്ടായിരുന്നു. തന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി. ഇല്ല, ഇനിയും സഹിക്കാൻ വയ്യ, അവൾ തീരുമാനിച്ചു. ഒരു ചെറിയ ബാഗിൽ 2 ജോഡി വസ്ത്രങ്ങളും അമ്മയുടെ ഫോട്ടോയും മാത്രമെടുത്ത് എല്ലാവരും ഉറങ്ങിയെന്നുറപ്പുവരുത്തി അവൾ പിൻവാതിലിലൂടെ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. മഴ അവളുടെ കണ്ണുനീരിനെ കഴുകിക്കളഞ്ഞു. എങ്ങോട്ടും ഇല്ലാത്ത യാത്ര. രാത്രിയുടെ യാമങ്ങൾ പിന്നിട്ടിട്ടും മീര നടക്കുകയായിരുന്നു. കാലുകൾ തളരുന്നു. വിശപ്പ് വയറിനെ കാർന്നു തിന്നുന്നു. വിജനമായ റോഡിലൂടെ നടക്കുമ്പോൾ ഓരോ വാഹനത്തിന്റെ ശബ്ദവും അവളെ ഭയപ്പെടുത്തി. നേരം വെളുക്കാറായപ്പോൾ അവളൊരു ബസ് സ്റ്റോപ്പിൽ തളർന്നിരുന്നു. പനി പിടിച്ചതുപോലെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു ബൈക്ക് അവിടെ വന്ന് നിന്നത്. കുട്ടി, എന്താ ഇവിടെ ഒറ്റയ്ക്ക്? എങ്ങോട്ടാ പോകേണ്ടത്? ഒരു യുവാവർ, ഇരുനിറം, സാമാന്യം ഭംഗിയുള്ള മുഖം. സുമേഷ് എന്നായിരുന്നു അയാളുടെ പേര്. മീര ഒന്നും മിണ്ടിയില്ല. പേടികൊണ്ട് അവൾ പിന്നിലേക്ക് മാറി. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കില്ല. ഈ നേരത്ത് ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല. വീടെവിടെയാണ്? അവൾ പൊട്ടിക്കരഞ്ഞുപോയി. തനിക്ക് പോകാൻ ഒരിടവുമില്ലെന്നവൾ പാതി വെന്ത വാക്കുകളിൽ പറഞ്ഞു. സുമേഷിന് അവളോട് സഹതാപം തോന്നി. അവൻ അവളെ അടുത്തുള്ള ഒരു സ്ത്രീകളുടെ ഹോസ്റ്റലിൽ എത്തിച്ചു. ഹോസ്റ്റൽ വാർഡനോട് പറഞ്ഞ് അവൾക്ക് താൽക്കാലികമായി നിൽക്കാൻ ഇടം ശരിയാക്കി കൊടുത്തു. അടുത്ത ദിവസങ്ങളിൽ സുമേഷ് അവളെ കാണാൻ വന്നു. അനാഥത്വത്തിന്റെ വേദന അറിയുന്നവരായിരുന്നു ഇരുവരും. സുമേഷിന്റെ കരുതലും സ്നേഹവും മീരയിൽ പുതിയൊരു പ്രതീക്ഷ നൽകി. മീരയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചോട്ടെ? ഒരു സായാഹ്നത്തിൽ സുമേഷ് ചോദിച്ചു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കൊരു വാതിൽ തുറക്കുന്നതുപോലെയായിരുന്നു അത്. അവൾ സമ്മതിച്ചു. അതൊരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ആരും കൂട്ടില്ലാതെ ദൈവത്തെ സാക്ഷിയാക്കി സുമേഷ് മീരയുടെ കഴുത്തിൽ താലി കെട്ടി. വിവാഹം ശേഷം സുമേഷിന്റെ ചെറിയ വീട്ടിലേക്ക് മീര വലതുകാൽ വെച്ച് കയറി. സുമേഷിന്റെ അമ്മ സാവിത്രിയമ്മ അവളെ ആദ്യം അത്ഭുതത്തോടെയാണ് നോക്കിയത്. അമ്മേ, ഇതാണ് മീര, അനാഥയാണ്. ഇനി ഇവളാണ് ഈ വീട്ടിലെ മരുമകൾ. സാവിത്രിയമ്മയ്ക്ക് ആദ്യം അത്ര താൽപ്പര്യമില്ലായിരുന്നെങ്കിലും മീരയുടെ പെരുമാറ്റവും പാചകത്തിലുള്ള കൈപുണ്യവും അവരെ പതുക്കെ മാറ്റിമറിച്ചു. മീര ആ വീടിനെ സ്വർഗമാക്കി മാറ്റി. സുമേഷ് ഒരു സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായിരുന്നു. ചെറിയ വരുമാനമേ ഉള്ളുവെങ്കിലും അവർ സന്തുഷ്ടരായിരുന്നു. സുമേഷ് അവളെ ജീവന് തുല്യം സ്നേഹിച്ചു. വൈകുന്നേരങ്ങളിൽ അവർ ഒരുമിച്ച് ബൈക്കിൽ കറങ്ങാൻ പോകും. കടൽ തീരത്തിരുന്ന് തിരമാലകളെ നോക്കി അവർ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യും. നമുക്കൊരു കുഞ്ഞു വേണം മീരെ. പെൺകുട്ടിയാണെങ്കിൽ നിന്നെപ്പോലെ സുന്ദരിയായിരിക്കണം, സുമേഷ് പറയുമായിരുന്നു. മീര നാണത്തോടെ മുഖം താഴ്ത്തും. എല്ലാം കൊണ്ടും താൻ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നവൾ വിശ്വസിച്ചു. പഴയ കാലത്തെ മുറിവുകൾ അവൾ മറന്നു തുടങ്ങി. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു ദിവസം സുമേഷിന്റെ ഫോണിലേക്ക് ഒരു വാട്സാപ്പ് സന്ദേശം വന്നു. അവന്റെ സുഹൃത്താണ് അയച്ചത്. ഡാ സുമേഷേ, ഇത് നിന്റെ ഭാര്യയല്ലേ? ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. സുമേഷ് ആ വീഡിയോ പ്ലേ ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ ദൃശ്യങ്ങൾ കണ്ട് അവന്റെ കൈകൾ വിറച്ചു. മീര മറ്റൊരാളുമായി. അത് ആധുനിക സാങ്കേതിക വിദ്യയായ ഡീപ് ഫേക്ക് AI ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോ ആയിരുന്നു. ആരോ മനഃപൂർവ്വം മീരയെ കരിവാരിത്തേക്കാൻ സൃഷ്ടിച്ച കെണി. എന്നാൽ സാങ്കേതിക വിദ്യയുടെ ചതിക്കുഴികളെക്കുറിച്ച് അറിവില്ലാതിരുന്ന സുമേഷ് അത് സത്യമാണെന്ന് വിശ്വസിച്ചു.
അടുക്കളയിൽ നിന്ന് ചായയുമായി വന്ന മീര കണ്ടത് കണ്ണുകളിൽ തീക്ഷ്ണമായ വെറുപ്പുമായി നിൽക്കുന്ന സുമേഷിനെയാണ്. സുമേഷേട്ടാ, എന്താ? അവൾ ചോദിച്ചു തീരും മുൻപേ കരണത്തൊരടി വീണു കഴിഞ്ഞിരുന്നു. കയ്യിലിരുന്ന ചായ ഗ്ലാസ് തറയിൽ വീണ് ചിതറി. ആ ചില്ലുകൾക്കൊപ്പം ചിതറിയത് അവളുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. തറയിൽ വീണ് ചിതറിയ ചില്ലുകൾക്കൊപ്പം മീരയുടെ ഹൃദയവും പൊട്ടിയിരുന്നു. കവിളിൽ നീറ്റലുമായി അവൾ സുമേഷിനെ നോക്കി. ആ കണ്ണുകളിൽ കണ്ടത് പഴയ സ്നേഹമായിരുന്നില്ല, മറിച്ച് വെറുപ്പിന്റെ കനലുകളായിരുന്നു. സുമേഷേട്ടാ, എന്തായി പറയുന്നത്? ഞാനോ? എനിക്കൊന്നും അറിയില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സുമേഷ് ഫോൺ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതൊന്ന് കാണ്, നിന്റെ തനിനിറം ഈ നാട്ടുകാർ മുഴുവൻ കാണുന്നുണ്ട്. എന്റെ കൂട്ടുകാരൻ അയച്ചു തന്നതാണിത്. ഇതാണോടി നിന്റെ യഥാർത്ഥ മുഖം? വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ എടുത്തു നോക്കി. ആ വീഡിയോ കണ്ട് അവൾ സ്തംഭിച്ചുപോയി. അത് തന്റെ മുഖമാണ്. പക്ഷെ ശരീരം, ആ സാഹചര്യം, അതൊന്നും തന്റേതല്ല. ആരോ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. ഇത് ഞാനല്ല സുമേഷേട്ടാ, ആരോ എന്നെ ചതിച്ചതാണ്. ഇന്നത്തെ കാലത്ത് എന്തും ഉണ്ടാക്കാമല്ലോ, അവൾ സങ്കടത്തോടെ പറയാൻ ശ്രമിച്ചു. മിണ്ടരുത് നീ. എന്റെ കണ്ണ് കാണുന്നതാണോ അതോ നീ പറയുന്നതാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? നീ അനാഥയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. പക്ഷേ നിനക്കിങ്ങനെ ഒരു ഭൂതകാലമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. സുമേഷ് അലറി. അപ്പോഴേക്കും ബഹളം കേട്ട് സാവിത്രിയമ്മ ഓടിവന്നു. കാര്യമറിഞ്ഞപ്പോൾ അവരുടെ ഭാവവും മാറി. അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു, വഴിയിൽ നിന്ന് കിട്ടിയതിനെ വീട്ടിൽ കയറ്റുമ്പോൾ സൂക്ഷിക്കണമെന്ന്. കുലവും ഗോത്രവുമില്ലാത്തവളെ കയറ്റിയാൽ ഇതാ ഗതി. എന്റെ മോന്റെ പേര് ചീത്തയാക്കാൻ വന്ന ശനി. സാവിത്രിയമ്മയുടെ വാക്കുകൾ മീരയുടെ നെഞ്ചിൽ തറച്ചു. അന്ന് രാത്രി ആരും ഭക്ഷണം കഴിച്ചില്ല. സുമേഷ് മദ്യപിച്ചു വന്ന് മീരയെ ക്രൂരമായി ഉപദ്രവിച്ചു. സാങ്കേതികവിദ്യയുടെ ചതിക്കുഴികളെക്കുറിച്ച് എത്ര പറഞ്ഞിട്ടും അവനെ വിശ്വസിപ്പിക്കാനായില്ല. സംശയമെന്ന വലിയ അർബുദം അവരുടെ ദാമ്പത്യത്തെ കാർന്നു തിന്നാൻ തുടങ്ങി. അയൽപക്കത്തെ വീടുകളിൽ പോലും ആ വീഡിയോ എത്തിയിരുന്നു. മീര പുറത്തിറങ്ങുമ്പോൾ ആളുകൾ അവളെ നോക്കി കുശുകുശിക്കാൻ തുടങ്ങി. അവൾ ആ വീട്ടിനുള്ളിലെ തടവുകാരിയായി മാറി. മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറി. ആ വീഡിയോ ഉണ്ടാക്കിയ മുറിവ് ഉണങ്ങുന്നതിനു പകരം വ്രണമായി മാറി. സുമേഷുമായുള്ള അടുപ്പം കുറഞ്ഞു. ഇതിനിടയിൽ മറ്റൊരു വലിയ പ്രശ്നം കൂടി ഉയർന്നുവന്നു: കുട്ടികളില്ലായ്മ. വിവാഹം കഴിഞ്ഞു 3 വർഷമായിട്ടും മീര ഗർഭിണിയായില്ല. സാവിത്രിയമ്മയുടെ പീഡനങ്ങളുടെ മൂർച്ച കൂടി. ഈ വീട്ടിലൊരു മരുമകൾ വന്നിട്ട് എന്തു ഗുണം? വംശം നിലനിർത്താൻ ഒരു കുഞ്ഞിനെപ്പോലും തരാൻ ഇവൾക്ക് യോഗ്യയല്ല. മച്ചിപ്പശുവിനെ എന്തിനാ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത്? ഇതുപോലുള്ള വാക്കുകൾ കേട്ട് മീരയുടെ മനസ്സ് മരവിച്ചു. അടുവിൽ സുമേഷ് അവളെയുമായി ആശുപത്രിയിൽ പോകാൻ തയ്യാറായി. ഗൈനക്കോളജിസ്റ്റ് മീരയെ പരിശോധിച്ചു. മീരയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് സുമേഷിന്റെ ഒരു ടെസ്റ്റ് കൂടി നടത്തണം. സ്പേം കൗണ്ട് നോക്കണം. ഇത് കേട്ടതും കൂടെ വന്ന സാവിത്രിയമ്മ ചാടി എഴുന്നേറ്റു. എന്ത്? എന്റെ മോനെ ടെസ്റ്റ് ചെയ്യാനോ? അവൻ ഒരു കുഴപ്പവുമില്ല. അവൻ ആണാണ്. കുഴപ്പം മുഴുവൻ ഇവൾക്കാ, ഇവളുടെ ഗർഭപാത്രത്തിനാ. എന്റെ മോനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഡോക്ടർ ശാസ്ത്രീയമായി കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ല. സുമേഷിന്റെ ഈഗോയും അവിടെ ഉണർന്നു. അമ്മ പറഞ്ഞതാ ശരി ഡോക്ടറെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മരുന്നെഴുതുന്നുണ്ടെങ്കിൽ ഇവൾക്ക് എഴുതിയാൽ മതി. അവർ മീരയും വലിച്ച് ആശുപത്രിയിൽ നിന്നിറങ്ങി. വീട്ടിലെത്തിയ ശേഷം നരകതുല്യമായ ദിനങ്ങളായിരുന്നു. കുറ്റപ്പെടുത്തലുകളും ശാരീരിക പീഡനങ്ങളും നിത്യസംഭവമായി മാറി. മച്ചി എന്ന വിളിപ്പേര് അവളുടെ പേരിനേക്കാൾ കൂടുതൽ ആ വീട്ടിൽ മുഴങ്ങി. പലപ്പോഴും അവൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷെ എന്തോ ഒന്ന് അവളെ തടഞ്ഞു. താൻ തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കണമെന്ന വാശി എവിടെയോ അവശേഷിച്ചിരുന്നു. കർക്കിടകമാസത്തിലെ കനത്ത മഴയുള്ള ഒരു രാത്രി. പുറത്ത് കാറ്റും മഴയും ആഞ്ഞടച്ചിരുന്നു. മീരയ്ക്ക് കടുത്ത പനി ബാധിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അവൾക്ക് ആഹാരമൊന്നും ലഭിച്ചിരുന്നില്ല. സുമേഷും അമ്മയും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. അടുക്കളയുടെ വാതിൽ സാവിത്രിയമ്മ പൂട്ടിയിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ മീരയുടെ കുടൽ കരിഞ്ഞു. ദാഹം കൊണ്ട് തൊണ്ട വരണ്ടു. അവൾ പണിപെട്ട് എഴുന്നേറ്റ് വരാന്തയിലേക്ക് വന്നു. മഴവെള്ളം കൈക്കുമ്പിളിലെടുത്തു കുടിച്ചു. എന്നിട്ടും വിശപ്പ് മാറുന്നില്ല. അപ്പോഴാണ് മുറ്റത്തെ സിറ്റൌട്ടിന്റെ കോണിലിരിക്കുന്ന ടോമി എന്ന നായയുടെ പാത്രം അവളുടെ കണ്ണിൽപ്പെട്ടത്. വൈകുന്നേരം ടോമിക്ക് കൊടുത്ത ചോറിന്റെ ബാക്കി അതിലുണ്ട്. മഴവെള്ളം വീണ് അത് കുതിർന്നിരുന്നു. വിശപ്പിന്റെ വിളിയിൽ മീരയ്ക്ക് അറുപ്പു തോന്നിയില്ല. ഒരു മനുഷ്യജീവിക്ക് ഇത്രത്തോളം താഴാൻ കഴിയുമോ? അതെ, വിശപ്പ് മനുഷ്യനെ മൃഗമാക്കും. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ പാത്രത്തിനടുത്തേക്ക് നീങ്ങി. അതിൽ നിന്നൊരു പിടി ചോറെടുക്കാൻ കൈ നീട്ടിയതും ടീ! ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. സുമേഷായിരുന്നു അത്. ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റ് അവൻ കണ്ടത് നായയുടെ പാത്രത്തിൽ കൈയിടുന്ന ഭാര്യയെയാണ്. എന്റെ പട്ടിക്കിളച്ച ചോറ് മോഷ്ടിക്കാൻ മാത്രം അധപ്പതിച്ചൊടി നീ, ശവന്തിനി! അവൻ ഓടിവന്ന് അവളെ ആഞ്ഞൊന്ന് ചവിട്ടി. നെഞ്ചിൽ ചവിട്ടേറ്റ മീര തെറിച്ചു മുറ്റത്തെ ചെളിയിലേക്ക് വീണു. സുമേഷേട്ടാ,
വിശന്നിട്ടാ? അവൾ കൈകൂപ്പി കരഞ്ഞു. വിശപ്പാണല്ലേ നിനക്ക്? എന്നാൽ ഇനി ഈ വീട്ടിലെ വായു പോലും നിനക്ക് തരില്ല. ഇറങ്ങിപ്പോടി. അവൻ അവളെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഗേറ്റിലേക്ക് വലിച്ചിഴച്ചു. സാവിത്രിയമ്മ വാതിൽക്കൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അറക്കിവിടാ സുമേഷേ, ഇനി അവൾ ഈ പടി ചവിട്ടരുത്. സുമേഷ് അവളെ ഗേറ്റിനു പുറത്തേക്ക് തള്ളി. അവൾ റോഡിലെ കരിങ്കല്ലിൽ തലയിടിച്ചു വീണു. ഇനി നിന്നെ എന്റെ കണ്ണിനു മുന്നിൽ കണ്ടുപോകരുത്. ചത്തുവെന്ന് കേട്ടാൽ പോലും ഞാൻ വരില്ല. ഗേറ്റ് വലിച്ചടച്ച് അവൻ തിരിഞ്ഞു നടന്നു. കനത്ത മഴയിൽ ചോരയൊലിക്കുന്ന നെറ്റിയുമായി മീര ആ റോഡിൽ തനിച്ചായി. ഇരുട്ട് അവളെ വിഴുങ്ങി. വീണ്ടും അനാഥത്വം, വീണ്ടും തെരുവ്. പക്ഷേ ഇത്തവണ അവൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. ശരീരം തളർന്നെങ്കിലും എവിടെയോ ഒരു തീപ്പൊരി അവളിൽ അവശേഷിച്ചിരുന്നു. അവൾ വേച്ചുവേച്ചു മുന്നോട്ടു നടന്നു. ദൂരെ നിന്ന് ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം അവളുടെ നേർക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. കാറ്റും മഴയും മീരയുടെ ശരീരത്തെ മരവിപ്പിച്ചിരുന്നു. നെറ്റിയിലെ മുറിവിൽ നിന്നുള്ള ചോര മഴവെള്ളത്തിൽ കലർന്ന് മുഖത്തൂടെ ഒഴുകിയിറങ്ങി. കാലുകൾ കുഴയുന്നുണ്ടായിരുന്നെങ്കിലും അവൾ നടന്നു. എങ്ങോട്ടെന്നില്ലാതെ, മരണം കാത്തുനിൽക്കുന്ന വഴികളിലൂടെ. ദൂരെ നിന്ന് പാഞ്ഞുവന്ന കാറിന്റെ വെളിച്ചം കണ്ണിലേക്ക് അടിച്ചതും അവൾക്ക് ബോധം മറഞ്ഞു. എല്ലാം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ റോഡിലേക്ക് കുഴഞ്ഞു വീണു. ബ്രേക്കിന്റെ ഉഗ്രൻ ശബ്ദം. കാർ അവളുടെ തൊട്ടുമുന്നിൽ വന്നു നിന്നു. ഉള്ളിൽ നിന്ന് ഒരു യുവാവ് ഇറങ്ങി ഓടിവന്നു. ആദിത്യൻ, നഗരത്തിലെ പ്രമുഖ ബിസിനസ്സുകാരൻ. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അവൻ. അയ്യോ കുട്ടി! അവൻ അവളെ കുലുക്കി വിളിച്ചു. പ്രതികരണമില്ല. മുഖത്തെ ചോരയും അഴുക്കും കണ്ട് അയാൾക്ക് ഉള്ളുലഞ്ഞു. ഒട്ടും വൈകാതെ അയാൾ അവളെ കാറിന്റെ പിൻസീറ്റിലേക്ക് കിടത്തി. ഡ്രൈവറോട് വേഗത്തിൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് വിടാൻ പറഞ്ഞു. ആശുപത്രിയിലെ എമർജൻസി വാർഡിനു പുറത്ത് ആദിത്യൻ ഉത്കണ്ഠയോടെ കാത്തുനിന്നു. അപരിചിതയായ ഒരു പെൺകുട്ടി. പക്ഷേ അവളുടെ മുഖത്തെ നിസ്സഹായാവസ്ഥ അവനെ വല്ലാതെ സ്പർശിച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഡോക്ടർ പുറത്തുവന്നു. ആദിത്യൻ സാർ, തലയിലെ മുറിവ് ആഴത്തിലുള്ളതാണ്, സ്റ്റിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രശ്നം ആ കുട്ടി കടുത്ത പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും നേരിടുന്നുണ്ട്. ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ടെന്ന് തോന്നുന്നു. ശരീരത്തിൽ പഴയ പാടുകളുമുണ്ട്. പോലീസിനെ അറിയിക്കേണ്ടിവരും. ആദിത്യൻ തലയാടി. പക്ഷേ മീരയ്ക്ക് ബോധം വന്നപ്പോൾ അവൾ പോലീസിനോടൊന്നും പറഞ്ഞില്ല. ഞാൻ തെന്നി വീണതാണ്. എനിക്ക് ആരുമില്ല, അവൾ ദുർബലമായ ശബ്ദത്തിൽ മൊഴിഞ്ഞു. സുമേഷിനെതിരെ പരാതി കൊടുക്കാൻ അവൾക്ക് തോന്നിയില്ല. അത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് ആ പഴയ ജീവിതം എന്നേക്കുമായി മറക്കാൻ അവൾ ആഗ്രഹിച്ചു. ആശുപത്രിവാസം 2 ആഴ്ച നീണ്ടുനിന്നു. ആ ദിവസങ്ങളിൽ ആദിത്യൻ അവളെ സഹായിച്ചു. അവളുടെ ചികിത്സാ ചിലവുകൾ വഹിച്ചു. ഡിസ്ചാർജ് ചെയ്യാറായപ്പോൾ ആദിത്യൻ ചോദിച്ചു, ഇനി എങ്ങോട്ടു പോകും? മീര മൗനമായി നിന്നു. ആ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. തെരുവ് തന്നെയായിരുന്നു അവളുടെ മുന്നിലെ ഏക വഴി. നിനക്ക് സമ്മതമാണെങ്കിൽ എന്റെ കമ്പനിയുടെ ക്യാന്റീനിൽ ഒരു ജോലിയുണ്ട്. താമസിക്കാൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സുമുണ്ട്. ആരുടെയും ഔദാര്യമല്ല, നിന്റെ അധ്വാനത്തിനുള്ള പ്രതിഫലമായിരിക്കുമത്, ആദിത്യൻ പറഞ്ഞു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ദൈവത്തിന്റെ കൈകളാണ് ആദിത്യനിലൂടെ നീളുന്നതെന്ന് അവൾക്ക് തോന്നി. അവൾ സമ്മതിച്ചു. ആദിത്യന്റെ കമ്പനിയുടെ ക്യാന്റീനിൽ അവൾ ജോലിക്ക് ചേർന്നു. തുടക്കത്തിൽ പാത്രം കഴുകാനും പച്ചക്കറി അരിയാനുമായിരുന്നു ജോലി. എന്നാൽ അവളുടെ പാചകത്തിലുള്ള കൈപുണ്യം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയുണ്ടെന്ന് ജീവനക്കാർ പറയാൻ തുടങ്ങി. അവളുടെ സത്യസന്ധതയും അർപ്പണബോധവും ആദിത്യൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കമ്പനിയുടെ ഒരു പ്രധാന പാർട്ടിക്ക് ഭക്ഷണമൊരുക്കിയത് മീരയായിരുന്നു. വിദേശികളായ അതിഥികൾ വരെ അവളുടെ പാചകത്തെ പ്രശംസിച്ചു. ആദിത്യൻ അവളെ വിളിപ്പിച്ചു. മീര, നീ വെറുമൊരു സഹായിയായി നിൽക്കേണ്ട ആളല്ല. ഇന്നു മുതൽ ക്യാന്റീന്റെ സൂപ്പർവൈസർ നീയാണ്. ആദ്യമായി ഒരാൾ തന്നെ അംഗീകരിക്കുന്നു. മീരയ്ക്കത് വിശ്വസിക്കാനായില്ല. അവൾ ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയായി മാറാൻ തുടങ്ങി. പഴയ മുറിവുകൾ അവൾ ജോലിയുടെ തിരക്കിൽ മറക്കാൻ ശ്രമിച്ചു. ആദിത്യൻ പലപ്പോഴും അവളോട് സംസാരിക്കാറുണ്ടായിരുന്നു. അവനൊരു വലിയ ബിസിനസ്സുകാരനായിരുന്നെങ്കിലും വ്യക്തിജീവിതത്തിൽ വലിയ ഏകാന്തത അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നു. മാതാപിതാക്കൾ മരിച്ച ശേഷം ആ വലിയ വീട്ടിൽ അവൻ തനിച്ചായിരുന്നു. മീരയുടെ നിഷ്കളങ്കതയും ജീവിതത്തോടുള്ള പോരാട്ട വീര്യവും അവനെ ആകർഷിച്ചു. സഹതാപം പതിയെ ബഹുമാനത്തിലേക്കും പിന്നീട് പ്രണയത്തിലേക്കും വഴിമാറി. ഒരു മഴയുള്ള സായാഹ്നത്തിൽ ആദിത്യൻ തന്റെ മനസ്സ് തുറന്നു. മീര, നിന്റെ ഭൂതകാലം എന്താണെന്ന് എനിക്കറിയില്ല, ചോദിക്കുന്നുമില്ല. പക്ഷേ എന്റെ ഭാവിയിൽ നീ കൂടെയുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് കൂട്ടായി വരാമോ? മീര ഞെട്ടിപ്പോയി. സാർ, ഞാൻ വിവാഹിതയായിരുന്നു. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളാണ്. മച്ചി എന്ന് വിളിച്ച് സമൂഹം മാറ്റി നിർത്തിയവളാണ്. എനിക്കൊന്നിനും അർഹതയില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. ആദിത്യൻ അവളുടെ കൈകളിൽ പിടിച്ചു. സമൂഹം എന്തു പറയുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല. എനിക്ക് നീ എന്ന വ്യക്തിയെ മതി. മച്ചിയാണോ അല്ലയോ എന്നതൊന്നും എന്റെ സ്നേഹത്തിന് തടസ്സമല്ല.
നമുക്കൊരു കുഞ്ഞില്ലെങ്കിലും നീ കൂടെയുണ്ടെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. ആ വാക്കുകൾ മീരയ്ക്ക് പുതിയൊരു ജന്മം നൽകി. വളരെ ലളിതമായ ചടങ്ങുകളോടെ അവർ വിവാഹിതരായി. ആദിത്യന്റെ ഭാര്യയായി അവൾ ആ വലിയ വീട്ടിലേക്ക് കയറി. ഇത്തവണ അവിടെ അവളെ കാത്തിരുന്നത് കുറ്റപ്പെടുത്തലുകളല്ലായിരുന്നു, മറിച്ച് ആദിത്യന്റെ സ്നേഹവും കരുതലുമായിരുന്നു. ദിവസങ്ങൾ സന്തോഷകരമായി കടന്നുപോയി. എന്നാൽ മീരയുടെ ഉള്ളിലെവിടെയോ ഒരു ഭയമുണ്ടായിരുന്നു. താൻ ഗർഭം ധരിക്കുമോ, അതോ സുമേഷ് പറഞ്ഞതുപോലെ താൻ വന്ധ്യയാണോ? മാസങ്ങൾക്കു ശേഷം മീരയ്ക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ആദിത്യൻ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പരിശോധന ഫലം വന്നപ്പോൾ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് ആദിത്യൻ, മീര ഗർഭിണിയാണ്. ആ നിമിഷം മീര അനുഭവിച്ച സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവൾ ഡോക്ടറുടെ കൈകളിൽ പിടിച്ച് കരഞ്ഞു. ഡോക്ടർ, സത്യമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? മീര പൂർണ്ണ ആരോഗ്യവതിയാണ്. വർഷങ്ങളുടെ അപമാനഭാരം അവളുടെ ചുമലിൽ നിന്ന് ഒഴിഞ്ഞുപോയി. കുറ്റം തന്റേതായിരുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടു. 9 മാസത്തിനു ശേഷം ഒരു സുന്ദരനായ ആൺകുട്ടിക്ക് അവൾ ജന്മം നൽകി. അവർ അവന് ആര്യൻ എന്നു പേരിട്ടു. ആദിത്യനും മീരയും ആര്യനും അടങ്ങുന്ന ആ ചെറിയ ലോകം സ്വർഗ്ഗതുല്യമായി മാറി. പക്ഷേ കാലം മീരയ്ക്കായി മറ്റൊരു കൂടിക്കാഴ്ച കൂടി ബാക്കിവെച്ചിരുന്നു. വിധിയുടെ കണക്ക് പുസ്തകത്തിലെ താളുകൾ മറിഞ്ഞുകൊണ്ടേയിരുന്നു. 5 വർഷങ്ങൾ കടന്നുപോയി. കാലം അതിന്റെ കണക്ക് പുസ്തകത്തിൽ പലതും തിരുത്തിയെഴുതി. സുമേഷിന്റെ ജീവിതം തകിരം മറിഞ്ഞിരുന്നു. മീര പോയ ശേഷം സാവിത്രിയമ്മ മറ്റൊരു വിവാഹത്തിന് ശ്രമിച്ചെങ്കിലും മീരയെ ഇറക്കിവിട്ട കഥ നാട്ടിലാകെ പാട്ടായതുകൊണ്ട് ആരും പെൺകുട്ടിയെ നൽകാൻ തയ്യാറായില്ല. അതിനിടയിൽ സാവിത്രിയമ്മയ്ക്ക് പക്ഷാഘാതം വന്ന് ഒരു വശം തളർന്നു. കിടപ്പിലായ അമ്മയെ നോക്കാനും വീട്ടുജോലികൾ ചെയ്യാനും ആളില്ലാതെ സുമേഷ് വലഞ്ഞു. അതിലും വലിയ തിരിച്ചടി സുമേഷിന്റെ കമ്പനി പൂട്ടിയതായിരുന്നു. കടബാധ്യതകൾ ഏറിവന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വീട് പണയം വെച്ച് ഒരു സുഹൃത്തുവഴി ഗൾഫിൽ ഒരു ജോലി തരപ്പെടുത്തി. ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഡ്രൈവറുടെ ജോലിയായിരുന്നു അത്. വിമാനത്തിൽ കയറുമ്പോൾ സുമേഷിന്റെ മനസ്സ് ശൂന്യമായിരുന്നു. അമ്മയെ അയൽവാസിയായ സ്ത്രീയെ ഏൽപ്പിച്ചാണ് വരുന്നത്. ജീവിതം കൈവിട്ടുപോയവന്റെ നിരാശ മാത്രമായിരുന്നു അവനിൽ. ഗൾഫിലെത്തി മാസങ്ങൾ കഴിഞ്ഞു. കഠിനമായ ചൂടും ജോലിയും അവനെ തളർത്തി. എങ്കിലും ശമ്പളം കൃത്യമായി കിട്ടിയിരുന്നതുകൊണ്ട് പിടിച്ചുനിന്നു. അവന്റെ കമ്പനിയുടെ ഉടമസ്ഥൻ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് സഹപ്രവർത്തകർ പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. ആദിത്യൻ സാറെന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എന്നാൽ നേരിട്ട് കാണാൻ അവസരം കിട്ടിയിരുന്നില്ല. ഒരു ദിവസം സുമേഷിന് ഓഫീസിൽ നിന്ന് വിളി വന്നു. സുമേഷ്, നാളെ രാവിലെ എയർപോർട്ടിൽ പോകണം. സാറിന്റെ ഭാര്യയും കുഞ്ഞും നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവരെ റിസീവ് ചെയ്ത് വില്ലയിലെത്തിക്കണം. ശരി സാർ, സുമേഷ് സമ്മതിച്ചു. മനസ്സിലൊരു രൂപം അവൻ സങ്കൽപ്പിച്ചു. കോടീശ്വരനായ മുതലാളിയുടെ ഭാര്യ, ചിലപ്പോൾ അഹങ്കാരം നിറഞ്ഞ ആഭരണങ്ങൾ അണിഞ്ഞ ഒരു സ്ത്രീയായിരിക്കും. ദുബായ് എയർപോർട്ടിന്റെ അറൈവൽ ടെർമിനലിൽ സുമേഷ് പ്ലക്കാർഡുമായി കാത്തുനിന്നു. അതിൽ മിസ്സിസ് മീര ആദിത്യൻ എന്നെഴുതിയിരുന്നു. ആ പേര് കണ്ടപ്പോൾ അവന്റെ ഉള്ളൊന്ന് കാളി. മീര. പഴയ ഓർമ്മകൾ ഒരു നിമിഷം മിന്തിമറഞ്ഞു. പക്ഷേ ലോകത്തെത്രയോ മീരമാരുണ്ട്. ഇത് തന്റെ മീരയാകാൻ വഴിയില്ലല്ലോ. സമയം കടന്നുപോയി. യാത്രക്കാർ ഓരോരുത്തരായി പുറത്തേക്ക് വന്നു തുടങ്ങി. പെട്ടെന്ന് ഓട്ടോമാറ്റിക് ഗ്ലാസ് വാതിലുകൾ തുറന്ന് ഒരു സ്ത്രീയും കയ്യിലൊരു കുഞ്ഞുമായി പുറത്തേക്ക് വന്നു. സുമേഷ് തറഞ്ഞുപോയി. കയ്യിലിരുന്ന പ്ലക്കാർഡ് താഴെ വീണു. അത് മീരയായിരുന്നു. പക്ഷേ പഴയ കോലം കെട്ട മീരയല്ല. വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖവുമായി ഒരു റാണിയെപ്പോലെ അവൾ നടന്നുവരുന്നു. അവളുടെ കയ്യിൽ വെളുത്തു തുടുത്ത സുന്ദരനായൊരു ആൺകുട്ടി. സുമേഷിന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. സ്വപ്നമാണോ എന്നവൻ സംശയിച്ചു. അവൾ അടുത്തു വരുന്നതോറും അവന്റെ ഹൃദയമിടിപ്പ് കൂടി. മീര അവനെ കണ്ടു. ഒരു നിമിഷം അവളൊന്നു ലയിച്ചു. പക്ഷേ അവളുടെ മുഖത്ത് ഭയമോ പരിഭ്രമമോ ഉണ്ടായില്ല. പകരം വിജയിച്ചവളുടെ ശാന്തത മാത്രം. സുമേഷ്, അവൾ സാവധാനം വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ അവൻ ഞെട്ടിവിറച്ചു. മീര. അവന്റെ ശബ്ദം പുറത്തുവന്നില്ല. അപ്പോഴേക്കും ആദിത്യൻ സാർ മറ്റൊരു വഴിയിലൂടെ അവിടെ എത്തിയിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടി അച്ഛ എന്ന് വിളിച്ച് ആദിത്യന്റെ അടുത്തേക്ക് ഓടി. ആദിത്യൻ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. ആ കാഴ്ച കണ്ട് സുമേഷ് തകർന്നുപോയി. അച്ഛ എന്ന് വിളിക്കുന്ന കുഞ്ഞ്. അപ്പോൾ മീര വന്ധ്യയായിരുന്നില്ല. കുഴപ്പം അവളുടേതായിരുന്നില്ല. ആദിത്യൻ മീരയുടെ തോളിൽ കൈയിട്ടു. എന്നിട്ട് സുമേഷിനെ നോക്കി ചോദിച്ചു, ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. മീരയ്ക്ക് പരിചയമുണ്ടോ? സുമേഷ് തല കുമ്പിട്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറയണമെന്നറിയാതെ അവൻ വിയർത്തു. മീര സുമേഷിനെ നോക്കി. ആ നോട്ടത്തിൽ പഴയ പകയോ വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല. സഹതാപം മാത്രം. ഉവ്വ ആദിത്യൻ, എനിക്ക് പരിചയമുണ്ട്. പണ്ട് ഞാൻ അത്യാവശ്യഘട്ടത്തിൽ സഹായിച്ചൊരാളാണ്. അല്ലെങ്കിൽ എന്നെ ഇന്നത്തെ ഞാനാക്കി മാറ്റിയ ഒരാൾ. അവൾ ചിരിച്ചുകൊണ്ടു പറഞ്ഞു. ആ വാക്കുകളിലെ അർത്ഥം സുമേഷിന് മാത്രമേ മനസ്സിലായുള്ളൂ.
അവൾ അവനെ ഒറ്റിക്കൊടുത്തില്ല. പഴയ ഭർത്താവാണെന്ന് പറഞ്ഞ് നാണം കെടുത്തിയില്ല. അതാണ് മീരയുടെ മഹിമ എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആദിത്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ അങ്ങനെയോ, നല്ല കാര്യം, വാ നമുക്ക് പോകാം. അവർ കാറിലേക്ക് നടന്നു. ലാഗേജ് എടുത്തു വയ്ക്കുമ്പോൾ സുമേഷിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാറിൽ കയറുന്നതിനു മുൻപ് മീര സുമേഷിന്റെ അടുത്തേക്ക് വന്നു. സുമേഷേട്ടാ, അവൾ പതുക്കെ വിളിച്ചു. അമ്മയ്ക്ക് സുഖമാണോ? ആ ചോദ്യത്തിനു മുന്നിൽ സുമേഷ് പൊട്ടിക്കരഞ്ഞുപോയി. മീരേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ വലിയ തെറ്റു ചെയ്തു. മീര മച്ചിയിണമെന്ന് പറഞ്ഞ്. മീര അവനെ തടഞ്ഞു. വേണ്ട, പഴയതൊന്നും എനിക്ക് ഓർക്കണ്ട. നോക്കൂ, ദൈവം എനിക്കെല്ലാം തന്നു. കുഴപ്പം എന്റേതായിരുന്നില്ല എന്ന് കാലം തെളിയിച്ചില്ലേ, അത് മാത്രം മതി എനിക്ക്. അവൾ തന്റെ മകനെ ഒന്ന് താലോലിച്ചു. ഇവൻ ആര്യൻ, എന്റെ ജീവൻ. സുമേഷ് ആ കുഞ്ഞിനെ നോക്കി. തനിക്കു നഷ്ടപ്പെട്ട സ്വർഗമാണ് ആ കുഞ്ഞ്. താലഹങ്കാരം കൊണ്ട് ചവിട്ടിപ്പുറത്താക്കിയ ഭാഗ്യം. നല്ലതു വരട്ടെ. അവൾ കാറിലേക്ക് കയറി. കാർ മുന്നോട്ട് നീങ്ങി. റിയർ വ്യൂ മിററിലൂടെ സുമേഷ് നോക്കി. മീര ആദിത്യന്റെ തോളിൽ തലചായ്ച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആര്യൻ പുറത്തെ കാഴ്ചകൾ കണ്ട് രസിക്കുന്നു. സുമേഷ് എയർപോർട്ടിന്റെ പാർക്കിങ്ങിൽ തനിച്ചായി. പണ്ട് മഴയത്ത് മീരയെ ഇറക്കിവിട്ടപ്പോൾ അവൾ അനുഭവിച്ച അതേ ഒറ്റപ്പെടൽ ഇപ്പോൾ അവൻ അനുഭവിക്കുകയായിരുന്നു. പക്ഷേ അവൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരുന്നു. തനിക്കോ? അവൻ ആകാശത്തേക്ക് നോക്കി. ഒരു വിമാനം കൂടി പറന്നുയരുന്നു. കനലിൽ വീണാലും ചിറകു കരിഞ്ഞുപോകാതെ പറന്നുയർന്ന ഒരഗ്നിശലഭമായിരുന്നു മീര എന്ന് അവൻ തിരിച്ചറിഞ്ഞു.